ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ കാശ്മീരാണുള്ളത്. സാധാരണ കാശ്മീർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോകുന്ന സ്ഥലമാണ് ഗുൽമാർഗ്, സോനാമാർഗ്, പിന്നെ ശ്രീനഗർ. അതൊക്കെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ ഇതൊരു വ്യത്യസ്ത റൂട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പുറകിൽ കണ്ട ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഒരു വലിയൊരു പാസ് കയറിക്കൊണ്ടിരിക്കുക. അതായത് റസ്ദാൻ പാസ് എന്ന് പറയും. ഈ ഗുൽമാർഗ് പോകുന്ന വഴി തന്നെ അല്ല, ആ വഴി പോയിട്ട് തിരിഞ്ഞു പോകണം. ബന്ദിപ്പൂര എന്ന് പറഞ്ഞിട്ട് ഒരു ജില്ലയുണ്ട്, അവിടെയാണ്. അതായത് ശ്രീനഗറിൽ നിന്ന് നോർത്ത് സൈഡിലോട്ട് പോകണം. അടിപൊളി റൂട്ടാണ്. അപ്പോൾ നല്ലൊരു കിടിലൻ ലൊക്കേഷൻ വന്നപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ ഞങ്ങൾ ചാടി ഇറങ്ങിയതാണ്. വ്യൂ പോയിൻ്റ് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഡ്രൈവർ ഏട്ടനുണ്ട്. അപ്പോൾ നമ്മളിവിടെ സൈഡിൽ നിർത്തിയാണ്. കുറേ ബൈക്ക് റൈഡേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് മോനെ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇത് നോക്കി. പക്ഷെ എൻ്റെ മോനെ ആക്ച്വലി നമ്മൾ വന്ന വഴി ഇതാ, ആ കാണുന്ന ഭാഗം കണ്ട. അവിടെ നിന്ന് ഇങ്ങനെ കയറി മലയും ചുരമൊക്കെ കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അടിപൊളി റൂട്ടാണ്. കുറേ ബൈക്ക് റൈഡേഴ്സും പിന്നെ കുറേ ട്രാവലേഴ്സ് വരുന്നുണ്ട്. പക്ഷേ സാധാരണ ആൾക്കാരൊന്നും അങ്ങനെ വരാറില്ലെന്നല്ലേ. പക്ഷേ കുറേ പേര് പോകുന്നുണ്ട്. പക്ഷേ വ്യത്യസ്ത ഒരു റൂട്ടാണ്. കുറേ ആ നദിയൊക്കെ പോകുന്നതാണ് ആ ടൗണിൽ കൂടിയൊക്കെ. കിടിലൻ സ്ഥലമാണ് കണ്ട. നമുക്കിനി പോകാനുണ്ട്. ഇത് ശ്രീനഗറിൽ നിന്നൊരു 4-5 മണിക്കൂർ യാത്രയുണ്ട് ടോട്ടൽ. കുറേ സമയം എടുക്കും. ഒരു ഫുൾ ഡേ ട്രിപ്പ് ആണ്. പിന്നെ ശ്രീനഗർ ഇന്ന് ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നല്ലേ, ഭയങ്കര ബ്ലോക്കും പിന്നെ തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്തിരി ലേറ്റായി നമ്മൾ ഇറങ്ങിയപ്പോൾ. ഇപ്പോൾ സമയം 1:30 കഴിഞ്ഞു. നമ്മളിനിപ്പോൾ എത്തില്ലെന്ന് കേട്ടോ. തിരിച്ചെത്തുമ്പോൾ രാത്രിയാവും. അതാണ് പ്രശ്നം. ഇന്നലെ നമ്മൾ പെഹൽഗാമിലൊക്കെ പോയിട്ടാ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് ഹോട്ടലിലോട്ട് വന്നു. അതിനുശേഷം നമ്മൾ ശ്രീനഗറിലെ പ്രധാനപ്പെട്ടൊരു സ്ഥലമുണ്ട്, ഈ ലാൽ ചൗക്ക് എന്ന് പറയും. അടിപൊളി സ്ഥലമായിരുന്നില്ലേ. ലാൽ ചൗക്കിലെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പയ്യെ ഒന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ അത് മൊത്തം ഇങ്ങനെ നടക്കാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കുറേ മാർക്കറ്റുകളും പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാം. അതായത് തുണിത്തരങ്ങൾ, പിന്നെ വീട്ടിലോട്ട് മേടിക്കാൻ പറ്റിയ ഗിഫ്റ്റുകൾ, അങ്ങനെയുള്ള കുറേ ഹെവി മാർക്കറ്റ്. വില പേശി മേടിക്കണമെന്ന് എനിക്ക് തോന്നണം, അറിയത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടായി. ഞങ്ങൾ മൊത്തം നടന്ന് കാണുമായിരുന്നു. ചെറിയൊരു നൈറ്റ് ലൈഫ് ശ്രീനഗറിൽ. ആൾക്കാർക്കൊക്കെ ഇരിക്കാനൊക്കെ അവരിങ്ങനെ ബെഞ്ചൊക്കെ പണിതൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ ലൈറ്റും സെറ്റിങ്സ് ഒക്കെ ആയിട്ട് നല്ല രസം. അടിപൊളിയായിരുന്നു. വലിയ നൈറ്റ് ലൈഫ് അല്ല, വളരെ കൊച്ച്, അവരുടെ പരിമിതികൾ വെച്ച്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷയെക്കാളും സൂപ്പർ സ്ഥലമായിരുന്നു ആ ലാൽ ചൗക്കിൻ്റെ ഏരിയയും. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ നദിയുടെ കുറേ ഒരു പാലമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു പാലവും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നടന്ന് പിന്നെ തിരിച്ച് ഹോട്ടലിൽ വന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ പരിപാടി ആക്ച്വലി നമ്മൾ ഗുൽമാർഗ് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഗുൽമാർഗിൽ ഗൊണ്ടോള ഇപ്പോൾ അവധിയാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് രാസ്ദാൻ പാസ് എന്ന് പറഞ്ഞിട്ട്, നല്ല അടിപൊളി റൂട്ടാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ നമുക്ക് അങ്ങോട്ട് കൂടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നത്തെ പ്ലാൻ മാറ്റിയിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണല്ലേ. ഗുൽമാർഗ് പോണതിന് പകരം ഞങ്ങൾ ഇങ്ങോട്ടാക്കി. അപ്പോൾ ഈ ഒരു റൂട്ട് അധികം പേര് പോകാത്ത റൂട്ടാണ്. പക്ഷേ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ കൂടുതൽ പേരും ആ ശ്രീനഗർ, ഗുൽമാർഗ്, പെഹൽഗാം, സോനാമാർഗ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന സ്ഥലമല്ല. കാരണം ഇച്ചിരി ഹിൽ സ്റ്റേഷൻ നല്ല റൂട്ടാണ്. കാരണം ഫുൾ ഡേ വേണം അല്ലേ, ഫുൾ ഡേ വേണം. രാവിലെ ഇറങ്ങണം. നമ്മൾ ഇത്തിരി വൈകിയാണ് ഇറങ്ങണം. ഇപ്പോൾ 1:30. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഇനി തിരിച്ച് എത്തുമ്പോൾ രാത്രിയാവും. മിക്കവാറും 11 മണിയോ അല്ലെങ്കിൽ 12 മണിയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇത്തിരി നേരത്തെ ഇറങ്ങിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. യെസ്. അപ്പോൾ ഇനി ഓരോ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ പോകാം അല്ലേ. ഈ വരുന്ന റൂട്ടൊക്കെ അടിപൊളിയാണ്. ഈ റൂട്ട് രാസ്ദാൻ പാസ് എന്നിട്ട് ഇത് ശരിക്കും നമ്മൾ 11,600 അടി ഉയരത്തിലോട്ട് എത്തും ഇതിൻ്റെ ടോപ്പ് എത്തുമ്പോൾ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിയില്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ പോവാം എന്നാൽ ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കണ്ട അടിപൊളിയാണ്. നമ്മൾ ആക്ച്വലി വന്ന ടൗണൊക്കെയാണ് ഈ കാണുന്നത്. ഒരു നദി ഒഴുകുന്നുണ്ട്. പിന്നെ വീടുകളൊക്കെ കാണാം. ഇവരുടെ വീടിൻ്റെ മുകളിൽ ഷീറ്റ് ആയതുകൊണ്ടേ ഇങ്ങനെ തിളങ്ങുന്നു സൂര്യപ്രകാശം അടിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന വ്യൂ. യെസ്. ഇനി നമുക്ക് കുറേ പോകാനുണ്ട്. പിന്നെ ഇത് മിലിറ്ററിയൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ടേ പോകുമ്പോൾ ക്യാമറ മേടിച്ച് വെക്കും. പിന്നെ അതുപോലെ ID കാർഡൊക്കെ മേടിച്ച് വെക്കും എന്നാണ് കേട്ടത്. നമുക്ക് അറിയത്തില്ല, പോകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ഐ ലവ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന ഒരു ബോർഡൊക്കെ ഉണ്ട്. ഇവരാണ് ഈ റോഡുകളൊക്കെ ഉണ്ടാക്കണത്. യെസ്. അത് കുറേ പേരൊക്കെ ഉണ്ട്. എന്ന് വിട്ടാലോ. പിന്നെ വലിയൊരു ഹൈ റേഞ്ച് ഏരിയയിലോട്ടാണ് പോകണമുണ്ട്. അവിടെ പ്രത്യേകിച്ച് കടകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വരുന്ന വഴിക്ക് ലാസ്റ്റ് കുറച്ച് കടകളുണ്ട്. അപ്പോൾ അവിടെ കയറി ചായയും കുറച്ച് ബണ്ണും പിന്നെ അവിടെ ചോറ് കിട്ടും. അപ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ 2 ബ്രെഡ് ഓംലെറ്റ് ഞങ്ങൾ പാഴ്സലാക്കി എടുത്തിട്ടുണ്ട് വിശന്നാൽ കഴിക്കാൻ വേണ്ടി. അതുപോലെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റ് അതൊക്കെ മേടിച്ച് വെച്ചു. കുരുപ്പി വെള്ളമൊക്കെ മേടിച്ച് വെച്ചു. ഇനി ഞങ്ങൾ പോകുമ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോകുമ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞത് മാഗി പോലത്തെ ഐറ്റംസ് കിട്ടും, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചു. കുറേ ക്യാമ്പ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് ഇത്തിരി തിരക്കാണ് ഈ റൂട്ട്.
ഇതുപോലെ ധാബകളൊക്കെ ഉണ്ട് കേട്ടോ വഴിയിൽ. ചെറിയ ടോയ്ലറ്റാണ് കണ്ടത്. സ്ത്രീകൾക്ക് പോകാൻ പറ്റിയ ടോയ്ലറ്റാണ് കേട്ടോ, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമ്മളെ കുറച്ചിങ്ങ് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു മിലിറ്ററി ക്യാമ്പ് ഉണ്ട്. അവിടെ നമ്മുടെ പേരും അതുപോലെ ഫോൺ നമ്പർ, ആധാർ കാർഡ്, ID കാർഡ് എന്തെങ്കിലും വേണം. അതൊക്കെ എഴുതിയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു കൗണ്ടറുണ്ട്. കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ. ഇന്ന് ഇത്തിരി തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് അവിടെ നിൽക്കേണ്ടി വന്നു, ക്യൂ നിൽക്കണം. എന്നിട്ട് വേണം ആ കൗണ്ടറിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഒരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ രജിസ്റ്ററൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നല്ല ഹൈറ്റിലെത്തിയിട്ടോ. അത് നോക്കി എവിടെയും നിർത്തുമായിരിക്കും. അപ്പോൾ നോക്കാം. ഇത് ടോട്ടല് 11,600 അടി ഉയരത്തിൽ പോകും. കുറേ കയറി വരുമ്പോൾ കിട്ടില്ല വ്യൂ ആണ്. കുറേ പേര് ഇവിടെയൊക്കെ ക്യാമ്പൊക്കെ ചെയ്യുന്നുണ്ട്. മിക്കവരും ഇവിടെ വരുന്നത് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1-2 ദിവസമൊക്കെ താമസിച്ച ശേഷമൊക്കെയാണ് തിരിച്ചു പോവുക. കിട്ടില്ല വ്യൂ ആണ്. ഇത് കണ്ട. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിലെത്തിയിരിക്കുകയാണ്. എറൗണ്ട് ഒരു 12,000 അടി ഉയരമുണ്ട്. ഇവിടുത്തെ ഹോണടിയൊക്കെ മെനകെട്ട, അത് മാത്രമേ അലമ്പുള്ളല്ലേ. ഈ ഹോണടിച്ച് മനുഷ്യനെ പ്രാന്തായി കളയും, ഇറിറ്റേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇതുണ്ടോ വ്യൂ നോക്കി. പക്ഷെ എൻ്റെ അമ്മോ അടിപൊളിയാണ്. നമ്മൾ വന്ന വഴി ആക്ച്വലി ഇതാണ്. ഇതിലിങ്ങനെ വന്നു. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. കുറേ മൗണ്ടെയിനൊക്കെ ഇങ്ങനെ കാണാം. അതിൻ്റെ മുകളിലൊക്കെ കുറേശ്ശെ മഞ്ഞുണ്ട്. മഞ്ഞുകാലത്ത് മിക്കവാറും ഇവിടെ ഫുള്ള് ഇങ്ങനെ മഞ്ഞിങ്ങനെ കട്ടിക്ക് പെയ്യും. ഇത് അടയ്ക്കും കേട്ടോ. മഞ്ഞുകാലത്ത് ഈ വഴി പോകാൻ പറ്റില്ല. അപ്പോൾ ആക്ച്വലി ഇനിയുണ്ട് കേട്ടോ, നമുക്കിനി പോകാൻ ഇനിയുണ്ട്. പക്ഷേ തൽക്കാലം നമ്മൾ ഇവിടം വരെ വരുന്നുള്ളൂ. പിന്നെ ഇതാണ് മെയിൻ ഒരു പോയിന്റ്. നമുക്ക് അവിടെ നിന്നാലും അങ്ങോട്ട് ഈ പാകിസ്ഥാൻ്റെ സൈഡൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയണത്. പോയി നോക്കാം. യെസ്, അപ്പോൾ ഇതാണ് രാജ്ദാൻ പാസ്. BSFൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യസ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ്. അതുപോലെ ഈ വഴി അങ്ങ് പോയി കഴിഞ്ഞാൽ ഗുരേസ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് എത്തോട്ടാ. അവിടെ ശരിക്കും സ്റ്റേ ഒക്കെ ഉണ്ട്. പലരും അവിടെയൊക്കെ പോയി താമസിച്ചിട്ടായിരിക്കും തിരിച്ചു വരാം. പിന്നെ അതുകൂടാണ്ട് പല സ്ഥലത്തും ക്യാമ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും ഒരു ഡേ ട്രിപ്പ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ പതാകയുണ്ട് കണ്ട. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുണ്ട്. ഗുരേസ് ലാൻഡ് ഓഫ് ഷിനാസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. യെസ്, 11,672 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വെൽക്കം ടു ഗേറ്റ് വേ ഓഫ് ഗുരേസ്. അടിപൊളി. ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇതാണ് ഇതിൻ്റെ മുകളിൽ വന്ന കാണുന്ന കാഴ്ച. ഇനി പോകേണ്ട റൂട്ടുണ്ട് കാരണം കണ്ട, ഇങ്ങനെ അങ്ങ് പോകണം. ഇപ്പോൾ ഇത് പച്ചപ്പാണല്ലോ, മഞ്ഞുകാലത്ത് ഫുള്ള് മഞ്ഞിൻ്റെ അടിയിലായിരിക്കും. അപ്പോൾ ഈ മല മൊത്തം വെള്ള കളറായിരിക്കും. ഐ ലവ് ബീക്കൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മൗണ്ട് K2 ഇല്ലേ, മൗണ്ടൻ K2, അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറഞ്ഞാൽ എവറസ്റ്റ് ആണല്ലോ. സെക്കൻഡ് ഏതാണെന്നറിയാമോ? സെക്കൻഡ് K2 ആണ്. അത് നമ്മുടെ POKയിലാണ്. ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ആ ഭാഗം അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാൻ സൈഡ് എന്ന് പറയാനല്ലോ, നമ്മുടെ POK ആ സൈഡൊക്കെ. ഇപ്പോൾ ഇവിടെ നിന്നാൽ നല്ല ക്ലിയർ ആണെങ്കിൽ K2 കാണാൻ പറ്റും. ഇതിപ്പോൾ ഇതിനകത്ത് ഏതാണ് കാണാൻ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കാണാൻ പറ്റുമെന്ന് അറിയില്ല, കുറേ മലയുണ്ട്. യെസ്, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഫ്ലെക്സൊക്കെ കാണാം. പിന്നെ ഇവിടെ കുറേ ശിലാഫലമൊക്കെ വെച്ചിട്ടുണ്ട് BSFൻ്റെ. ഇവിടെ ഫുള്ള് പച്ചപ്പാണ്, നല്ല രസമാണ് കാണാനായിട്ട്, നല്ല വ്യൂ ആണ്. അതാണ് ഈ ജൂണിൽ വന്നുള്ള ഗുണം, ഫുള്ള് പച്ചപ്പായിരിക്കും. വ്യൂ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതുണ്ട നല്ല ഹൈറ്റിലാണ്, മേഘങ്ങളുടെ ഒപ്പം എത്തി നമ്മൾ. നോക്കി ഉണ്ട്, മേഘങ്ങളൊക്കെ നിൽക്കുന്നത് നമ്മുടെ ഒപ്പമാണ്. ഇത്ര ഹൈറ്റിലും പോകുന്നുണ്ടാ? തലവേനല്ലോ ഉണ്ടാ? പക്ഷെ വലിയ കുഴപ്പമില്ല കേട്ടോ. സാധാരണ ഇത്രയും ഹൈ ഓൾട്ടിറ്റ്യൂഡ് വരുമ്പോൾ തലവേനയൊക്കെ എടുക്കും. പക്ഷെ ഇവിടെ അത്ര പ്രശ്നമില്ല. കൊള്ളാം, എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത്തിരി വെയിൽ വന്നപ്പോഴേ കുറച്ചും കൂടി ഭംഗി കൂടി. വെയിൽ വരുമ്പോൾ ആ പച്ചപ്പൊക്കെ ഇങ്ങനെ എടുത്ത് കാണും അല്ലേ? നല്ല ഭംഗിയില്ലേ? നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല ലൊക്കേഷനാണ്. ഇവിടെ നോക്കുമ്പോൾ കാണുന്ന മലനിരകളൊക്കെ ഉണ്ട് നിങ്ങൾ. അതിൻ്റെ മുകളിലൊക്കെ കുറേശ്ശെ മഞ്ഞുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത്തിരി കുറവാണ്. ഇപ്പോൾ ജൂൺ മാസത്തിലാണ് ഞാൻ ഈ സ്ഥലത്ത് വന്നേക്കണം.
അതുകൊണ്ട് മഞ്ഞില്ല. പക്ഷേ നമ്മൾ ഡിസംബർ കഴിഞ്ഞിട്ട് ജനുവരിയൊക്കെ വരുമ്പോൾ കംപ്ലീറ്റ് മഞ്ഞിൻ്റെ അടിയിലായിരിക്കും. എനിക്കിവിടെ നവംബർ തൊട്ടേ ചിലപ്പോൾ മഞ്ഞ് പെയ്യായിരിക്കും ഈ ഏരിയയിലൊക്കെ. ശരിക്കും ആ കേറ്റും കൂടി കാണാൻ പറ്റിയെങ്കിൽ നല്ലതായിരുന്നു. കേറ്റു കാണാൻ പറ്റുമെന്നാണ് നമ്മൾ ഡ്രൈവറായിട്ടും പറഞ്ഞത്. പക്ഷേ അവിടെയൊക്കെ ഫുള്ള് മേഘങ്ങളാണ്, കാണാൻ പറ്റില്ല. ഇവിടെ നോക്കി ഈ പട്ടികൾ നല്ല രോമമുള്ള പട്ടികളാണ്. കുറേ പേര് ഇവിടെ ഇതുണ്ട്, മറ്റേ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലമല്ലേ, നല്ല പുൽമേടാണ്. പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ മിലിറ്ററിയുടെ പോസ്റ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ വിൻഡോസ് വാൾപേപ്പർ പോലത്തെ ഒരു ലൊക്കേഷൻ. ഇത് കണ്ടോ, അടിപൊളിയല്ലേ, എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രിപ്പ് വന്നിരിക്കുന്നത് നമ്മുടെ റോയൽ സ്കൈ ഹോളിഡേയ്സ് ഉണ്ടല്ലോ, അവരാണ് ഈ ട്രിപ്പ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടാ. ഇതുപോലെ അടിപൊളി ഒരു കാശ്മീർ ട്രിപ്പ് വരാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റോയൽ സ്കൈ ഹോളിഡേയ്സ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വിളിച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ എക്സ്ട്രാ നമ്മൾ പ്ലാൻ മാറ്റി ഇങ്ങോട്ട് വന്നതാണ്. സാധാരണ ഈ ഒരു ട്രിപ്പിൽ ഈ ഒരു സ്ഥലം ഉണ്ടാവാറില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൂടി ആഡ് ചെയ്ത് തരും. ഈ ക്ലൗഡ് നിൽക്കണ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ, അടിപൊളിയല്ലേ, നല്ല രസമുണ്ട്. ഈ വിൻഡോസ് വാൾപേപ്പർ ഇല്ലേ, ഏതാണ്ട് അതുപോലെ ഉണ്ട് കറക്റ്റ്. ശരിക്കും ഇവിടെ വന്ന് ഫോട്ടോ എടുത്താൽ ശരിക്കും അതിന് പറ്റിയ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കൊള്ളാം. എന്തായാലും വെയിൽ വന്നപ്പോൾ കുറച്ചും കൂടി ഭംഗിയായി. കണ്ട ഇവിടെ പല സ്ഥലത്തും വരുമ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. ചിലവർ 250 ചോദിക്കും, ചിലവർ 200 ചോദിക്കും, ചിലവർ 350 ഒക്കെ ചോദിക്കും. അപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒറ്റക്കല്ല, നമുക്ക് ഫോട്ടോ എടുത്ത് തരാൻ ആരുമില്ല. അപ്പോൾ പക്ഷെ അത് നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ നല്ല കിടില റീൽ എടുത്ത് തരും, വേണമെങ്കിൽ എഡിറ്റും ചെയ്തു തരും അപ്പം തന്നെ. അതുപോലെ ഞങ്ങളിപ്പോൾ ഒരു ചേട്ടൻ നമ്മുടെ അടുത്ത് വന്ന് ഫോട്ടോ വീഡിയോ എടുത്ത് തരുന്നതെന്ന് ചോദിച്ചു. ഒരാൾ വന്നിട്ട് ചോദിച്ചാൽ ആദ്യം 350 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് പോയി. ഞങ്ങളിപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ച് നിന്നപ്പോൾ വേറൊരു ചേട്ടൻ വന്നു. അപ്പോൾ പുള്ളി 250 പറഞ്ഞു. എന്നപ്പോൾ ഞാൻ വിചാരിച്ചാൽ കുറച്ച് എടുക്കാം, നമുക്ക് ഫോട്ടോ എടുത്ത് തരാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ നല്ലൊരു ഫോട്ടോ കിട്ടും ഒരാൾ എടുത്ത് തരുമ്പോൾ. നമ്മൾ ആ 250 കൊടുത്തിട്ട് കിട്ടില്ല ഫോട്ടോസ് എടുത്തു. അടിപൊളി ഫോട്ടോ, അതുപോലെ അടിപൊളി വീഡിയോ അല്ലേ, കിഡിലെ റീല് കുറേ ആക്ഷനൊക്കെ പുള്ളി കാണിച്ചത്. ഒരു പല സ്റ്റൈലിൽ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അതിനനുസരിച്ച് എടുത്തു തരും. കുറേ റൊമാൻറ്റിക് സ്റ്റൈലിലുള്ളതും അങ്ങനെ പല സംഭവങ്ങളും കിട്ടും. കൊള്ളാം. അപ്പോൾ ആ വീഡിയോ കാണണമെങ്കിൽ, ആ ഫോട്ടോസും കാണണമെങ്കിൽ ഇൻസ്റ്റഗ്രാം നോക്കിയാൽ മതി. നമുക്ക് പയ്യെ ഇറങ്ങിയാലോ. ഇപ്പോൾ സമയം എത്രയായി? 3:30. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ശ്രീനഗർ എത്തുമ്പോൾ ഒരു 10 മണിയൊക്കെ ആവും അല്ലേ. 4-5 മണിക്കൂർ എടുക്കും എന്തായാലും തിരിച്ചിറങ്ങാൻ. ഇങ്ങോട്ടേക്ക് ആക്ച്വലി 72 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ പേരെന്തായിരുന്നു, റംദാസ്, പേര് മറന്നില്ല, രാജ്ദാൻ പാസ്സാണിത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ സ്ഥലങ്ങളോട്ട് അങ്ങോട്ട് പോകാനുണ്ട്. ആ വഴിയാണ് കാണുന്നത്, കണ്ടോ, അങ്ങോട്ട് പോവാം. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകണില്ല, തൽക്കാലം ഇപ്പോൾ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഏതാണ്ട് 72 കിലോമീറ്റർ നമ്മുടെ ശ്രീനഗറിൽ നിന്നുണ്ട്. രാവിലെ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ടൈമിൽ ഇവിടെ എത്തി കണ്ട് തിരിച്ചു പോകാം. 1 ഡേ ട്രിപ്പ് അടിക്കണമെങ്കിൽ അങ്ങനെ. പിന്നെ അങ്ങോട്ട് പോകണമെങ്കിലും ഒരു ദിവസം പോയി സ്റ്റേ ഒക്കെ ചെയ്താൽ നല്ല അടിപൊളിയാണല്ലേ. ക്യാമ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സ്ഥലമാണ് കേട്ടോ. ക്യാമ്പിങ്ങിനുള്ള സെറ്റിംഗ് ഒക്കെ ആയിട്ട് വന്നാൽ സൂപ്പർ സ്ഥലം. നൈറ്റ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, മേ ബി നല്ല തണുപ്പും നല്ല തണുപ്പായിരിക്കും. ഇപ്പൊ വെയിലുണ്ടെങ്കിലും നമുക്ക് അത്ര പൊള്ളുന്ന വെയിലൊന്നും അല്ല, പക്ഷെ വെയിൽ ഏക്കുന്നുണ്ട്, പക്ഷെ അത് അറിയണില്ല. കുക്കൊക്കെ ചെയ്ത് ഇവിടെ തന്നെ സെറ്റ് ആവുന്ന രസമാണ്, നല്ല രസമാണ്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാ ഈ ക്യാമ്പിങ് ചെയ്യായിരുന്നു. അതെ, ആക്ച്വലി നമുക്ക് ഇങ്ങനത്തെ ഈ സ്ഥലം അറിയില്ലായിരുന്നു. ഇന്ന് രാവിലെ ഇട്ട പ്ലാനാ. എന്തായാലും സ്ഥലം കൊള്ളാം. അതുപോലെ നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് ഇങ്ങോട്ട് വരുമ്പോൾ അധികം ഫുഡൊന്നും കിട്ടില്ല, അതുപോലെ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമൊക്കെ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ വഴി സൈഡിൽ മൊത്തം ധാബകളുണ്ട്. ഇവിടെ ഇല്ല, ഈ ഏരിയയിൽ നിന്നും ഫുഡ് കിട്ടുന്ന ഏരിയയോ അല്ലെങ്കിൽ വാഷ്റൂമിന് പോകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷെ വരുന്ന വഴിക്കുണ്ട് കുറേ ധാബകളുണ്ട്. പക്ഷേ വലിയ വലിയ ഫുഡൊന്നും കിട്ടത്തില്ല കേട്ടോ. നമുക്കിപ്പോൾ ആകെ കിട്ടുന്ന എനിക്ക് തോന്നുന്നു മാഗി, ബ്രെഡ് ഓംലെറ്റ്, പിന്നെ ടീ, കോഫി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ വിശപ്പെടുക്കാനുള്ള സാധനം കിട്ടും. അപ്പോൾ വഴി സൈഡിൽ മൊത്തം അങ്ങനത്തെ ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ, വലിയ പ്രശ്നമില്ല. ഞാൻ വിചാരിച്ചു ഒട്ടും കടകളുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ ഈ ഒരു ചുരം കയറുന്നതിന് മുമ്പ് ബ്രെഡ് ഓംലെറ്റൊക്കെ പാഴ്സലാക്കി എടുത്ത് കുറേ സ്നാക്സൊക്കെ മേടിച്ച് വെച്ചത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പോകുന്ന വഴിയിൽ വരുന്ന വഴിയിലൊക്കെ ഉണ്ട്, വലിയ സീനില്ല. അപ്പോൾ നമുക്ക് പയ്യെ തന്നെ തിരിച്ചിറങ്ങിയാലോ. ഇപ്പോൾ സമയം 3:30. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ID കാർഡ് മേടിച്ച് വെക്കും, ക്യാമറ മേടിച്ച് വെക്കും എന്നൊക്കെയാണ് നമ്മുടെ ഡ്രൈവർ ആദ്യം പറഞ്ഞത്. എനിക്ക് വേണം പുള്ളി പണ്ടെങ്ങാനും വന്നപ്പോൾ ഇനി അങ്ങനെ ഉണ്ടോ എന്നറിയത്തില്ല. ഞാൻ പുള്ളി ആദ്യമായിട്ടാണ് മഞ്ഞെന്ന് അറിയില്ല, ചോദിക്കാൻ നിന്നില്ല. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ID കാർഡ് വെച്ചിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇനി അതുണ്ടോ എന്നറിയില്ല, പക്ഷേ ഇവിടം വരെ വരുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ വരുന്നു, കാഴ്ചകൾ കാണുന്നു, തിരിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. ഈ സൈഡിലൊക്കെ ഭയങ്കര കൊക്കെ, അതുകൊണ്ട് അവിടെ വെയിലടിച്ചിട്ടേ നല്ല ഭംഗിയല്ലേ. അതെ, അവിടെയൊക്കെ കുറേ ആൾക്കാർ ക്യാമ്പൊക്കെ ചെയ്യുന്നുണ്ട് കണ്ട.
ഇനി നമുക്ക് തിരിച്ചു പോകുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇത് കണ്ടോ, അടിപൊളിയാണ്, നല്ല രസമുണ്ടോ, കിട്ടില്ല വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് പോകേണ്ട വഴിയാണ് ഇത് കാണുന്നത്, അങ്ങനെ താഴത്തോട്ട് ഇറങ്ങണതിന്. ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കോൺക്രീറ്റിൻ്റെ പീസുകൾ ഇട്ടേക്കണം. അത് കണ്ടോ, എനിക്ക് തോന്നുന്നത് ഈ മഞ്ഞൊക്കെ പെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ. മഞ്ഞ് പെയ്ത് നല്ല കട്ടിക്ക് മഞ്ഞ് ഇങ്ങനെ കിടക്കുമായിരിക്കും. ഈ സോജില പാസിലൊക്കെ നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടില്ല, അതിൻ്റെ ആ ഭാഗത്തൊക്കെ ഇങ്ങനത്തെ റോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ ടാർ ചെയ്യാത്തതെന്ന് തോന്നുന്നത്. ഈ ഒരു ഏരിയ മൊത്തം അങ്ങനത്തെ റോഡുകളുണ്ടോ, ഈ കോൺക്രീറ്റിൻ്റെ പീസ് ഇട്ടേക്കണം. വ്യൂ ഉണ്ടോ നിങ്ങൾ? എന്നാ സെറ്റപ്പാണല്ലേ, രക്ഷയില്ല. ശരിക്കും ഈ ഒരു സമയത്ത് വന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ തന്നെ കേട്ടോ, ഈ ഒരു പച്ചപ്പ് ഉള്ളൊരു വ്യൂ. അതുപോലെ ഈ കാണുന്ന നല്ല ക്ലൗഡി ആയിട്ടുള്ള പച്ച മലനിരകളൊക്കെ അല്ലേ കണ്ടാ. നിങ്ങളൊരു മഞ്ഞുകാലത്തൊക്കെയാണ് വരണമെങ്കിൽ, അതായത് നവംബറിന് ശേഷം ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ ആണെങ്കിൽ, ജനുവരിയൊക്കെ പീക്ക് സീസണാണ്. പക്ഷെ ആ സമയത്ത് വന്നാൽ ഈ മലയൊക്കെ മൊത്തം വൈറ്റ് ആയിരിക്കും, മഞ്ഞ് വീണ്. അതുമല്ല ഇങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ, ഈ മഞ്ഞുകാലത്ത് ഈ റോഡ് ക്ലോസ്ഡ് ആയിരിക്കും. 6 മാസം അടഞ്ഞു കിടക്കുന്ന റോഡാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഇനിയും കയറ്റം കയറി പോകുന്ന ഗ്രാമങ്ങളൊക്കെ അന്ന് ഒറ്റപ്പെട്ട് നിൽക്കും, ഇങ്ങോട്ട് വണ്ടികളൊന്നും വരത്തില്ല. പിന്നെ മഞ്ഞ് മാറണം ഇങ്ങോട്ട് വണ്ടിയൊക്കെ വരണമെങ്കിൽ. ഫുള്ള് ചെമ്മരിയാടാണ് ഇവിടെ കണ്ടാ, അവർ ക്യാമ്പ് ചെയ്യുന്ന. ഇത് ചെമ്മരിയാടിനെ മേയ്ക്കുന്ന ആൾക്കാരുടെ ക്യാമ്പാണെന്ന് തോന്നുന്നു. ഈ ആട്ടിടയന്മാരെന്നൊക്കെ പറയില്ലേ, നാടുകൂടികൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ, നൊമാഡ്സ്, അവരത് അവരുടെ ചെമ്മരിയാട് ഇങ്ങനെ മേയാൻ വിട്ടേക്കാം. നിറച്ചുകൊണ്ട് ചെമ്മരിയാട്, നല്ല ഭംഗിയേട്ടാ. താഴെ നല്ല ഭീകരമായ കൊക്കയുണ്ടാ, ചില ഭാഗത്ത് കെട്ടിയിട്ടുണ്ട്, അല്ലാത്ത ഭാഗത്ത് ഇങ്ങനെ കിടക്കണം. ഇത് കണ്ടോ, അയ്യോ താഴ്ച ഉണ്ടോ നിങ്ങൾ? അപ്പുറത്ത് കംപ്ലീറ്റ് ഈ പൈൻ കാടുകളില്ലേ, അതാണ് കാണുന്നത് കേട്ടോ. ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. അതുകൊണ്ട് ഈ സൈഡൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, ഈ സൈഡ് മൊത്തം ഇടിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആക്ച്വലി അവിടെ എത്തും, നമ്മൾ ഇങ്ങനെ ഇറങ്ങി ചെല്ലാം. നമ്മൾ വന്ന വഴി തന്നെയാണ്. താഴ്ച കണ്ടോ, എൻ്റെ എന്താ സെറ്റപ്പ് സ്ഥലം, കൊള്ളാം. പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് നിർത്തിയാണ്, വാഷ്റൂമിൽ പോകാനായിട്ട് ആക്ച്വലി നിർത്തിയത്. കാണുന്ന ഭാഗത്തൊരു ടോയ്ലറ്റ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. പക്ഷേ പോകാൻ പറ്റത്തില്ല, അത്രയും വൃത്തികേടായിട്ട് കിടക്കണം. കുറച്ചെങ്കിലും ഒക്കെ നമുക്ക് പോകാമായിരുന്നു, പക്ഷെ ആരൊക്കെ പോയി മറ്റേ ഭയങ്കര അലമ്പായിട്ട് കിടക്കണം. അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല, വൃത്തിയില്ല. ഒരുപാടുണ്ട്. നമുക്ക് വേറെ നോക്കാം. ഞങ്ങളിവിടെ ചായ പിടിച്ചേ, 20 രൂപ ഒരു ചായക്ക്. അപ്പോൾ ഇവിടെ ഒരു കിടിലൻ വ്യൂ ഉണ്ട്. ഇത് കണ്ട, അടിപൊളിയല്ലേ. ആക്ച്വലി ആ കാണുന്നത് ഒരു ലേക്കാണ്, ഭയങ്കര വലിപ്പമുള്ള ലേക്കാണ്. വൂളാർ ലേക്ക് എന്ന് പറയും, വൂളാർ. ആ ലേക്കാണ് കാണുന്നത്, ഇത്രയും സൈഡ്. പിന്നെ ജലം നദിയൊക്കെ കാണാം, ജലം നദി ഉണ്ട്. അങ്ങനത്തെ കിടിലം വ്യൂ ആണ്. ആക്ച്വലി നമ്മളിനി ഇറങ്ങിപ്പോകേണ്ട ആ സൈഡിലോട്ടാണ്. ആ കാണുന്ന ചെറിയ ടൗണ് ദൂരെ കാണാം. മലനിരകൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കണ്ടോ, നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ. ഇത് കണ്ടോ, പച്ച പുതച്ച മലനിരകൾ, നല്ല ഭംഗിയുണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് ഇനി വേറെ നല്ലതൊക്കെ കണക്കാരിക്കോട്ടെ ഇവിടെ, വാഷ്റൂമേ. നമുക്ക് നോക്കാം. അങ്ങനെ അടുത്ത ദിവസം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുൽമാർഗിലാണ്. കിടില സ്ഥലമല്ലേ ഇവിടെ വന്നപ്പോൾ. രാവിലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങ് വന്ന വഴിക്ക് തന്നെ നിറച്ച് പൂക്കളാണ്. അപ്പോൾ നമ്മളിവിടെ ഗുൽമാർഗ് വരുമ്പോൾ ഈ കാണുന്ന ഏരിയ കണ്ട കംപ്ലീറ്റ് പൂക്കളാണ്. ഈ ജൂൺ മാസത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ്. ശരിക്കും ഗുൽമാർഗ് എന്ന് പറഞ്ഞാൽ പൂക്കളുടെ പുൽമേട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഗുല്ലെന്ന് പറഞ്ഞാൽ ഈ കാശ്മീരി ഭാഷയിൽ ഫ്ലവർ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം അങ്ങനെയാണ് ആ ഒരു പേര് വന്നത്. പൂക്കളുടെ താഴ്വരയാണിത്. ഇത് കണ്ട പല ടൈപ്പ് പൂക്കളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, നല്ല രസമുണ്ട്. വരുന്ന വഴി മൊത്തം ഇങ്ങനെ ആയിരുന്നു, നല്ല വെളുത്ത പൂക്കളായിരുന്നു വഴി മൊത്തം. പച്ചപ്പ് പുൽമേടും പിന്നെ വെളുത്ത പൂക്കൾ ഇങ്ങനെ നിൽക്കും, കുറേ കാട്ടുപൂക്കളൊക്കെ. യെസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഗൊണ്ടോള ഉണ്ട്. അപ്പോൾ ഗൊണ്ടോള കയറിയിട്ട് ഇവിടുത്തെ ഗുൽമാർഗിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ബാക്കി ജസ്റ്റ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളിവിടെ വരുന്നു, ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യണ സ്ഥലം ഇവിടെ ഉണ്ട്. അതിനുശേഷം ദേ ഇവിടെ ഐ ലവ് ഗുൽമാർഗ് എന്ന് പറയുന്നൊരു ബോർഡ് കണ്ട, അതിൻ്റെ അതിൽ കൂടി ജസ്റ്റ് 20 മിനിറ്റ് നടന്നാൽ നിങ്ങൾക്ക് ഈ ഗൊണ്ടോള കയറുന്ന സ്ഥലത്തെത്തും. ഗൊണ്ടോള റോപ്പ് വേ കണ്ട, ഇതിലൊക്കെ നടന്നാൽ മതി. പിന്നെ ഇവിടെ ഇങ്ങനത്തെ റൈഡൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട, ഈ വഴി ജസ്റ്റ് 20 മിനിറ്റ് കിടന്നാൽ നമുക്ക് ഗൊണ്ടോള എത്താം. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഇവിടെ നിന്നാൽ മതി. എൻ്റെ അമ്മോ, പച്ച പുൽമേട്, അതിനകത്ത് മൊത്തം വയലറ്റ് കളർ പൂക്കൾ, അതിൻ്റെ ഇടയിൽ മഞ്ഞ ഫ്ലവേഴ്സ് അല്ലേ. ഇതുണ്ടോ, ഭയങ്കര ഭംഗിയാണ്. മലനിരകൾ ഇങ്ങനെ കിടക്കുകയാണ്, അടിപൊളി. നമ്മളിപ്പോൾ പോയ സ്ഥലം ജസ്റ്റ് ഇത് എവിടെയാണ് ആ വീഡിയോ തുടങ്ങിയില്ലേ, അത് അവിടെയാണ്. ഇതാണ് ആ മെയിൻ ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കാർ പാർക്കിംഗ്. അപ്പോൾ ഈ ഐ ലവ് ഗുൽമാർഗ് എന്ന് പറയുന്ന ആ ഒരു സൈൻ ബോർഡില്ല, അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കൂടി ഈ വഴി കൂടി ഇങ്ങനെ ജസ്റ്റ് നടന്നാൽ മതി. അവിടെ വരെ നടന്നാൽ
നമുക്ക് ഗൊണ്ടോളൊക്കെ പോകാം. ഇല്ലെങ്കിൽ ഇവിടെ ഓട്ടോറിക്ഷ കിട്ടും കേട്ടോ. ഇവിടെ ഈ ഓട്ടോറിക്ഷ ഉണ്ട്. ഒരു ഓട്ടോറിക്ഷയ്ക്ക് 100 രൂപ കൊടുത്താൽ കേട്ടോ, ഭയങ്കര പൈസ മേടിക്കും. അല്ലെങ്കിൽ 100 രൂപ ഒരു ഓട്ടോറിക്ഷയ്ക്ക്. ഇവിടെ വന്നപ്പോൾ നല്ലൊരു പണി കിട്ടി. ഇന്ന് ഗൊണ്ടോള അവധിയാണ്. നാളെ തൊട്ടാണ് വർക്കിംഗ് എന്ന് പറയുന്നുണ്ട്. ഏതോ മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. മെയിൻ്റനൻസ് കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ ചെക്കൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ചെക്കൊക്കെ ചെയ്തിട്ടേ അവർ റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ. ട്രയലൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് അതിൽ കയറാൻ പറ്റില്ല. ഗൊണ്ടോള ആക്ച്വലി 2 എണ്ണം ഉണ്ട്. എന്ന് വെച്ചാൽ ഫേസ് 1, ഫേസ് 2. ഫേസ് 2 ആണ് ഏറ്റവും നൈസ് എന്ന് പറയുന്നത്. ഫേസ് 1 പോയിട്ട് തിരിച്ചു തരാൻ ഒരാൾക്ക് 800 രൂപ. ഫേസ് 2 നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. അതിൻ്റെ റേറ്റ് 1000 സംതിങ് ആണെന്ന് തോന്നുന്നു. പോകുന്നുണ്ടെങ്കിൽ രണ്ടും പോയാൽ നല്ലതായിരിക്കും. ഫേസ് 2 എന്ന് പറഞ്ഞാൽ 13,000 അടി ഹൈറ്റിൽ പോട്ടെ. ഇത്തിരി തണുപ്പൊക്കെ ഉണ്ടാവും. വേനൽക്കാലത്തോളം തണുപ്പുണ്ടാവും എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ പക്ഷേ രണ്ടുമില്ല. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സൈറ്റ് സീയിങ് കാണാൻ ഇതുപോലത്തെ സ്കോർപ്പിയോ വണ്ടികളൊക്കെയാണ് 2000 രൂപ. പിന്നെ കുതിരയുണ്ട്. കുതിരപ്പുറത്ത് കയറി നമുക്ക് ഓരോ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അത് വേണമെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ വണ്ടികളിൽ കയറിയിട്ട് സൈറ്റ് സീയിങ് കാണാൻ വേണ്ടി പോകാം. അതാണ് ഇനി അടുത്ത ഓപ്ഷൻ ഉള്ളൂ. വേറെ ഒന്നും ഇവിടെ ഇല്ല. ഞങ്ങളെ പോകുന്ന വഴിയിൽ ഈ ഹാൻഡിക്രാഫ്റ്റിന് പേരിട്ടൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഷോപ്പിൽ കയറി കിടില സാധനമൊക്കെ അല്ലേ. കാശ്മീരി കാർപ്പറ്റ് കിട്ടും. അടിപൊളി റേറ്റ്. പക്ഷേ ഒരു എത്ര പറഞ്ഞു, 7500 റേഞ്ച് വരും. ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഇരുന്ന് ഉണ്ടാക്കുന്നതാണ്. ഹാൻഡ് മെയ്ഡ് കേട്ടോ, കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള എന്താണ് കാർപ്പറ്റ്. കിട്ടില്ല കാർപ്പറ്റ്. വളരെ രസമുണ്ട്. ഷോപ്പാണ്. പക്ഷേ എല്ലാ സാധനങ്ങളും ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. കോട്ട് സെറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കാശ്മീരി സ്റ്റൈലാണ്. ത്രെഡ് വെച്ചിട്ട് അവരിങ്ങനെ തന്നെ ഉണ്ടാക്കുന്ന ഒരു. ഞങ്ങൾ 2 സുവനിയർ മേടിച്ച് ഈ മാഗ്നറ്റിന്റെ കാശ്മീരിന്റെ. കൊള്ളാം. അടുത്ത സ്ഥലത്ത് പോവാം. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുന്നത് എവിടെയെന്ന് അറിയാമോ? ദൂത് പത്രി എന്ന് പറയുന്ന സ്ഥലം. ഇത് ശരിക്കും അത്ര ഫേമസ് ആയിട്ടുള്ള സ്ഥലമല്ല. ഈ ഇടക്ക് ഫേമസ് ആയി വന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം വന്നത് എന്തായാലും നഷ്ടമില്ലല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെഹൽഗാം പോയില്ലേ, അതിനേക്കാളും കിടില സ്ഥലം. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. സ്ഥലം കാണിച്ചു തരട്ടെ. ഇങ്ങോട്ട് നോക്കിക്കോ, എങ്ങനെയുണ്ട്? പൊളിയല്ലേ. ഇവിടെ ഞാൻ നോക്കുമ്പോൾ കുറേ കുളമൊക്കെ ഉണ്ട്. കുളമല്ല, വെള്ളം കെട്ടി കിടക്കുന്നതാണ്. ഇവിടെയുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെയൊക്കെ ഉണ്ട്. കണ്ട നല്ല രസമല്ലേ. ഇതെങ്ങനെയുണ്ട്? മലയൊക്കെ അടിപൊളിയല്ലേ. ശരിക്കും മഞ്ഞ് വീണ സമയമൊക്കെ ആണെങ്കിൽ ഇത് ഫുള്ള് സ്നോ ആയിരിക്കും കേട്ടോ. ഇവിടെയും സ്നോ ആയിരിക്കും എന്നുള്ളത്. ഇത് മൊത്തം വൈറ്റ് ആയിരിക്കും. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. കണ്ട അടിപൊളിയാണ്. ഇവിടെയും നമുക്ക് ഈ കുതിരയിൽ കയറി പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. പോണി എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെ ATV റൈഡ് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. കൊള്ളാലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ശരിക്കും ഈ ദൂത് പത്രി എന്നുള്ള പേരിൻ്റെ അർത്ഥം അതിൽ തന്നെയുണ്ട്. ദൂത് പാല്, അതായത് പാലിൻ്റെ ഒരു താഴ്വര എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം തന്നെ. അല്ലെങ്കിൽ പാലിൻ്റെ പുൽമേട്. അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റിവറുണ്ട്. ഞാൻ ആ റിവർ നോക്കിയിട്ട് കാണാൻ. ഇത് എവിടെയാണ് ആ റിവർ? ശാലിഗംഗ എന്ന് പറയുന്നൊരു നദിയുണ്ട്. അപ്പോൾ ആ നദിയിൽ പാറക്കെട്ടുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിൽ കൂടി വെള്ളം ഒഴുകും. ഇങ്ങനെ പാല് പോലെ ആയിരിക്കും പോവുക. അതുകൊണ്ടാണ് ഈ ദൂത് പത്രി എന്നുള്ള പേര് വന്നതെന്നാണ് പറയുന്നത്. നല്ല കൊള്ളാം. നല്ല അടിപൊളി സ്ഥലം. മഞ്ഞിന്റെ സമയമാകുമ്പോൾ കുറച്ചുകൂടെ കിടിലനായിരിക്കും കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയാണ്. ഇപ്പോൾ സമയം 3 മണി കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. പക്ഷേ ആ വെയിലിൻ്റെ ചൂടൊന്നുമില്ല. ചെറിയൊരു ഇളം കാറ്റ്, തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഈ സൈഡിൽ കൂടെ ചെറിയൊരു അരുവി പോലെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഈ പുൽമേട്ടിൽ കൂടി. ഇവിടെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 9000 അടി ഉയരത്തിലാണ് എത്തുന്നത്. ശ്രീനഗറിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു 10-40 കിലോമീറ്റർ എങ്ങാണ്ടുള്ളൂ. നമുക്കൊരു 2 മണിക്കൂർ കൊണ്ടൊക്കെ ഇവിടെ എത്താൻ പറ്റും. എന്നാലും കിടിലൻ സ്ഥലം തന്നെ. ഇതേ ബഡ്ഗാം എന്ന് പറഞ്ഞിട്ടൊരു ജില്ലയുണ്ടാ. അതായത് കാശ്മീരിലെ ബഡ്ഗാം ജില്ലയിലാണ് ഈ ഒരു ദൂത് പത്രി ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഗുൽമാർഗ് പോയില്ലേ, അത് ബാരാമുള്ള എന്ന് പറയുന്ന ജില്ല. പിന്നെ പെഹൽഗാം പോകുമ്പോൾ അനന്തനാഗ് ജില്ല. പിന്നെ നമ്മൾ എന്താണ് റസ്ദാൻ പാസ് പോയില്ലേ, അത് ബന്ദിപ്പൂര ജില്ല. അങ്ങനെ പല ജില്ലകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കുറേ സ്ഥലം ആക്ച്വലി ഇനി പോവാത്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ സോനാമാർഗാണ്. ആക്ച്വലി അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ റസ്ദാൻ പാസ് അതിന് പകരം പോയത്. പക്ഷേ സോനാമാർഗ് പോകേണ്ടതായിരുന്നല്ലേ, മിസ്സായിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പോകാം. ഞാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പോയിട്ടില്ല. പിന്നെ ഹൻസും പോയിട്ടില്ല. ഹൻസ് കാശ്മീർ തന്നെ ആദ്യമായിട്ടല്ലേ. എന്തായാലും ഇത് വ്യത്യസ്ത സ്ഥലമല്ല, കൊള്ളാം. നല്ല രസമുണ്ട്, കിടില സ്ഥലം. അപ്പോൾ ഈ കാശ്മീർ വരുമ്പോൾ ഈ സ്ഥലം വേണമെങ്കിൽ ഒന്ന് വരാവുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെയും ഈ പോണി റൈഡും പിന്നെ വേറെ എന്തൊക്കെയോ ആക്ടിവിറ്റിയൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ നടന്നു നോക്കിയതുണ്ട്. ഇത്രയും വിശാലമായിട്ടുള്ളൊരു പുൽമേട, അടിപൊളി. നമുക്ക് ബൈസരം വാലി പോകാൻ പറ്റിയില്ല നമ്മുടെ പെഹൽഗാമിൽ. വേണേൽ അതിന് പകരം ഇത് ഈ സ്ഥലം വരാം. നല്ല രസം. ചൂട് വെയിലുണ്ടെന്നേ ഉള്ളൂ.
നല്ല തണുത്ത കാറ്റാ, തണുത്ത കാറ്റടിക്കുന്നുണ്ട്. നമുക്ക് നടക്കാനൊന്നും ഒട്ടും ബുദ്ധിമുട്ടില്ല. അത് ഈ സീസണിൽ വന്നുകൊണ്ടാണ് കേട്ടോ. അതുമല്ല ഇവിടെ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നിൽക്കുന്നത്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു വീഡിയോയിൽ കാണുന്നുണ്ടോ? ചെറുതായിട്ട് കാണാം. കംപ്ലീറ്റ് മഞ്ഞ കളർ കുഞ്ഞു പൂക്കൾ. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി അടിപൊളിയാണേ, നിറച്ച് പൈൻകാടുകളാണ്. അതിൻ്റെ ഇടയിൽ കൂടിയുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു വഴി. പോകുമ്പോൾ ജസ്റ്റ് റൂട്ട് കാണിച്ചിട്ട് ഇത് കണ്ടോ, നല്ല റോഡാണ് കേട്ടോ. ചെറിയ റോഡാണെങ്കിലും നല്ല റോഡാണ്. ഇത് കണ്ടോ, നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്നേക്കാളും വ്യത്യസ്തമായിട്ടുള്ള പൈന്മാരുമാണ്. നല്ല വണ്ണവും പൊക്കവും ഒക്കെ ഉണ്ട് കേട്ടോ. പൊക്കം നമ്മുടെ അവിടെ ഉണ്ട്, പക്ഷെ വണ്ണമൊക്കെ ഉണ്ട്. നല്ല സൈസ് പൈന്മാരും. അങ്ങനെ നമ്മൾ നേരെ വണ്ടി ഓടി ഇപ്പോൾ ശ്രീനഗറിലെ പ്രശസ്തമായ ദാൽ ലേക്കിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ദാൽ ലേക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഷിക്കാര റൈഡ് ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു സംഭവമാണ്. അടിപൊളിയല്ലേ? നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പെർഫെക്റ്റ് ടൈമാണ്. ഇപ്പോൾ സമയം 6:30, അതായത് 7:30 ആകുമ്പോൾ സൂര്യൻ അസ്തമിക്കുമല്ലോ. അപ്പോൾ ഏതാണ്ട് ആ ഒരു സൂര്യാസ്തമയം കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. നല്ല ടൈമിംഗ് ആണ്. ഒന്നില്ലെങ്കിൽ ഈ സമയം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മോർണിംഗ് 6 തൊട്ട് 7 ആ ഒരു ടൈമിൽ അത് സൺറൈസ് കണ്ടുകൊണ്ട് അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഞങ്ങളൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് വണ്ടി കിട്ടിയത്. എന്നാലും കൊള്ളാം. അപ്പോൾ ഈ ഒരു ദാൽ ലേക്കിലൂടെ ഒരു ഷിക്കാര റൈഡ്, നോർമലി ഈ പാക്കേജിൽ ഇതൊക്കെ ഇൻക്ലൂഡാണ്. ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ. നിങ്ങൾ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ 2 മണിക്കൂർ ഇവർ പോകും. പിന്നെ പല പല സ്ഥലത്തോട്ടൊക്കെ പോകണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്താൽ മതി.